നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ധീരവിശ്വാസ പോരാളിക്ക് അഭൂതപൂർവമായ രാഷ്ട്രബഹുമതി നൽകി ആദരിച്ച് ട്രംപ് ഭരണകൂടം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെ ക്യാബിനറ്റ് അംഗങ്ങളും ചാർലി കിർക്കിന്റെ ഭാര്യ എറിക്ക കിർക്കും വേദിയിൽ പങ്കുവച്ച ഓരോ വാക്കുകളും തീക്ഷ്ണമായ സുവിശേഷ പ്രഘോഷമായി മാറി. അരിസോണയിലെ സ്റ്റേറ്റ് ഫാം സ്റ്റേഡിയത്തിൽ കൊല്ലപ്പെട്ട ക്രിസ്തുവിന്റെ ധീരവിശ്വാസ പോരാളി ചാർലി കിർക്കിന് അഭൂതപൂർവമായ രാഷ്ട്രബഹുമതി നൽകി ആദരിച്ച് ട്രംപ് ഭരണകൂടം. രാഷ്ട്രീയ നിരൂപകനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരനും എല്ലാത്തിനുമുപരി തീക്ഷ്ണമതിയായ ക്രിസ്തീയ വിശ്വാസിയുമായ ഈ 31കാരൻ എത്രമാത്രം ജനസമ്മതനായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായിരുന്നു സ്റ്റേറ്റ് ഫാം സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ച ചാർലി കിർക്കിന്റെ അനുസ്മരണം. ആ സ്നേഹാദര ചടങ്ങുകൾ അക്ഷരാർത്ഥത്തിൽ തീക്ഷ്ണമായ സുവിശേഷ പ്രഘോഷണ വേദിയായി മാറുകയായിരുന്നു. അദ്ദേഹം നിലകൊണ്ട സുവിശേഷ സത്യങ്ങൾ, അദ്ദേഹം വില കൊടുത്ത് കാത്തുസൂക്ഷിച്ച വിശ്വാസം, അദ്ദേഹം പൊരുതി ദൃഢപ്പെടുത്തിയ ക്രിസ്തീയ മൂല്യങ്ങൾ, ഒടുവിൽ പ്രാണൻ കൊടുത്ത് പ്രഘോഷിച്ച നിത്യജീവന്റെ പ്രത്യാശ, അതായിരുന്നു ചാർലി കിർക്ക്. ചാർലിയുടെ വിയോഗത്തിൽ വലിയ നഷ്ടമനുഭവിക്കുന്ന എറിക്കയെ പ്രസിഡന്റ് ട്രംപ് വേദിയിൽ ആശ്വസിപ്പിച്ച രംഗങ്ങൾ വികാരനിർഭരമായി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെ ക്യാബിനറ്റ് അംഗങ്ങളും ചാർലി കിർക്കിന്റെ ഭാര്യ എറിക്ക കിർക്കും അവിടെ സന്നിഹിതരായിരുന്ന 1 ലക്ഷത്തോളം പേരുടെ മുൻപിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കെടുത്ത ദശലക്ഷം ജനങ്ങളുടെ മുൻപിലും വിശ്വാസം ഉറക്കെ പ്രഘോഷിച്ച കാഴ്ച ലോകത്തെ അമ്പരപ്പിക്കുന്നതായി. ചാർലിയെപ്പോലെ കർത്താവിനെ പരസ്യമായി പ്രഘോഷിക്കുന്നത് ഇനിയും തുടരുമെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസന്റെ വാക്കുകൾ സദസ്സിനെ വികാരനിർഭരമാക്കി. കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞപ്പോൾ അത് അമേരിക്കയുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും സുവിശേഷവൽക്കരണത്തിൽ ഒരു നിർണായക നാഴികക്കല്ലായി മാറുകയായിരുന്നു. കേട്ടിരിക്കുന്ന ഏതൊരുവന്റെയും ഹൃദയത്തിൽ തറയ്ക്കും വിധം വികാരനിർഭരമായ വാക്കുകളായിരുന്നു ചാർലി കിർക്കിന്റെ ഭാര്യ എറിക്കയുടേത്. പൊട്ടിക്കരഞ്ഞ് എന്നാൽ ശങ്കുറപ്പോടെ ഭർത്താവിന്റെ ഘാതകന് മാപ്പ് നൽകിയ എറിക്ക യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നു. ചാർലി പ്രഘോഷിച്ച സുവിശേഷ സത്യത്തെ ഭയന്ന് ആ നക്ഷത്രം കെട്ടണയ്ക്കാൻ ശ്രമിച്ചവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ചാർലി എന്ന നക്ഷത്രത്തിൽ നിന്നും പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന നിർഭയരായ ഒരു നക്ഷത്രവ്യൂഹത്തിന്റെ പുതുപ്പിറവിയാണ്. അതുതന്നെയാണ് പതിനായിരങ്ങൾ സാക്ഷിയായ ചാർലി കിർക്കിന്റെ അനുസ്മരണ ചടങ്ങുകൾ നൽകുന്ന തെളിവും. ചാർലി കിർക്കിന്റെ മരണത്തെ തുടർന്ന് വലിയ ആത്മീയ ഉണർവിന്റെ നേർസാക്ഷ്യങ്ങളാവുകയാണ് US സഭ. ന്യൂയോർക്കിലെ വിപണിയിൽ മാത്രം കഴിഞ്ഞ ഞായറാഴ്ച ശുശ്രൂഷകളിൽ 533 പേരാണ് ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നുവന്നത്. ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ തുടർന്നുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ US-ലുടനീളമുള്ള ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവിന്റെ റിപ്പോർട്ട്. ന്യൂയോർക്കിലെ V1 ചർച്ചിൽ മാത്രം കഴിഞ്ഞ ഞായറാഴ്ച ശുശ്രൂഷകളിൽ 533 പേർ ക്രിസ്തുവിൽ വിശ്വാസം പ്രഖ്യാപിക്കുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തതായും ഇത് തന്റെ കണ്ണു നിറയ്ക്കുന്ന രംഗങ്ങളായിരുന്നുവെന്നും പാസ്റ്ററായ മൈക്ക് സിഗ്നോറിലെ CBN ന്യൂസിനോട് വെളിപ്പെടുത്തി. വിവിധ പ്രായ വിഭാഗങ്ങളിലുള്ള 533 പേർ മാനസാന്തരപ്പെട്ട് ക്രൈസ്തവ വിശ്വാസം പ്രഖ്യാപിച്ചതിനാണ് പാസ്റ്റർ മൈക്ക് സിഗ്നോറിലെ സാക്ഷ്യം വഹിച്ചത്. ചാർലി കിർക്കിന്റെ സ്വാധീനം നിരവധി യുവാക്കളെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നതായും സിഗ്നോറിലെ കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ ലൂസിഫറിയനിസം നുഴഞ്ഞു കയറുന്നതിനിടെയാണ് പെട്ടെന്നുള്ള ഈ ഉണർവിന്റെ തരംഗമെന്നതും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ 1 തീയതി മുതൽ 100% വരെ തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാകും. മരുന്ന് നിർമ്മാണ പ്ലാന്റ് അമേരിക്കയിൽ സ്ഥാപിക്കുന്നില്ല എങ്കിൽ 2025 ഒക്ടോബർ 1 തീയതി മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. ഏതെങ്കിലും കമ്പനി അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉണ്ടായിരിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ചതിനു പുറമെ കിച്ചൺ ക്യാബിനറ്റുകൾ, ബാത്റൂം വാനിറ്റികൾ എന്നിവയ്ക്ക് 50% തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്ഹോൾസ്റ്ററി ഫർണിച്ചറുകൾക്ക് 30%, ഹെവി ട്രക്കുകൾക്ക് 25% തീരുവ ചുമത്തിയിട്ടുണ്ട്. അതേസമയം പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച നിയമവശങ്ങളോ കൂടുതൽ വിവരങ്ങളോ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ 50% തീരുവ ചുമത്തിയത്. ആദ്യം 25% തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടം ഓഗസ്റ്റ് 27 മുതൽ ഇത് 50% വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് മരുന്നുകൾക്ക് 100% വരെ തീരുവയും പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ 27.9 ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് ഉണ്ടായത്. ഇതിൽ 31% അമേരിക്കയിലേക്കായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ മാത്രം 3.7 ബില്യൺ ഡോളറിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്നും US-ലേക്ക് കയറ്റുമതി ചെയ്തത്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ 45%, ബയോസിമിലർ മരുന്നുകളിൽ 15% ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഡോക്ടർ റെഡ്ഡീസ്, ഓറോബിൻഡോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസ്, സൺ ഫാർമ, ഗ്ലാൻഡ് ഫാർമ തുടങ്ങിയ കമ്പനികളുടെ വരുമാനത്തിന്റെ 30 മുതൽ 50 വരെ ശതമാനം അമേരിക്കൻ വിപണിയിൽ നിന്നുമാണ്. അതിനാൽ തന്നെ ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യയിലെ ഫാർമ മേഖലയെ വൻതോതിൽ ബാധിച്ചേക്കും. ജപമാല മാസത്തിൽ പ്രാർത്ഥനയിൽ ഒത്തുചേരാൻ ക്രൈസ്തവ വിശ്വാസികളോട് ആഹ്വാനം നൽകി ലിയോ 14 പാപ്പ. സമാധാനത്തിനായി കുടുംബങ്ങളിലും വ്യക്തിപരമായും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും പാപ്പ. ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ യുദ്ധത്താൽ തകർക്കപ്പെട്ട രാജ്യങ്ങളിൽ സമാധാനത്തിനായി ജപമാല മാസത്തിൽ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാൻ ആഹ്വാനം നൽകി ലയോ പാപ്പ. ആഗതമാകുന്ന ജപമാല മാസത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ലോക സമാധാനത്തിനായി വ്യക്തിപരമായും കുടുംബങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും പാപ്പ. വത്തിക്കാനിൽ വെച്ച് ബുധനാഴ്ച നടന്ന പ്രതിവാര പൊതുപരിപാടിയിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒക്ടോബർ മാസത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനായി വത്തിക്കാൻ ജീവനക്കാരെയും പാപ്പ ക്ഷണിച്ചു. റോമിലെ വിശ്വാസികൾ 2025 ഒക്ടോബർ 11 വൈകുന്നേരം 6 മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടുമെന്നും പാപ്പ പറഞ്ഞു. ഒക്ടോബർ 11, 12 തീയതികളിൽ നടക്കുന്ന മരിയൻ ഭക്തിയുടെ ജൂബിലി വർഷത്തിലാണ് സമാധാനത്തിനായുള്ള ജപമാല നടക്കുക. 1962 ഒക്ടോബർ 11 വിശുദ്ധ ജോൺ 23 പാപ്പ ഉദ്ഘാടനം ചെയ്ത രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ 63 വാർഷികം കൂടിയാണ് അന്നേ ദിവസം. ജപമാല പ്രാർത്ഥനയ്ക്കും മരിയൻ ഭക്തിയുടെ ജൂബിലിക്കും വേണ്ടി ഫാത്തിമ മാതാവിന്റെ ഛായാചിത്രം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പൊതുവണക്കത്തിനായി വയ്ക്കും. ലിയോ പാപ്പയുടെ വ്യാജ AI ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി വത്തിക്കാൻ. പ്രചരിക്കുന്ന കൃത്രിമ ദൃശ്യങ്ങളും ഫോട്ടോകളും നീക്കം ചെയ്യാനുള്ള ശ്രമത്തിൽ വത്തിക്കാന്റെ കമ്മ്യൂണിക്കേഷൻസ് ടീം. ലയോ പാപ്പയുടേതാണെന്ന വ്യാജേന പ്രചരിക്കുന്ന കൃത്രിമ AI വീഡിയോകളെ സൂക്ഷിക്കണമെന്ന് വത്തിക്കാൻ. സമകാലിക കാര്യങ്ങളെക്കുറിച്ച് പാപ്പ സംസാരിക്കുന്ന വീഡിയോകളും ഓഡിയോ ദൃശ്യങ്ങളുമാണ് പ്രചരിക്കുന്നത്. പാപ്പയുടേതാണെന്ന പേരിൽ പ്രചരിക്കുന്ന കൃത്രിമ ദൃശ്യങ്ങളും ഫോട്ടോകളും നീക്കം ചെയ്യാനുള്ള ദീർഘദൂര ശ്രമത്തിലാണ് വത്തിക്കാന്റെ കമ്മ്യൂണിക്കേഷൻ ടീം. എന്നാൽ വ്യാജവാർത്തകൾ നീക്കം ചെയ്യപ്പെടുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ അതിലും വേഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും അതിവേഗത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നതും ഒരു വെല്ലുവിളി നിറഞ്ഞ പോരാട്ടമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പാപ്പ ദീർഘനേരം സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. യൂട്യൂബിൽ പോപ്പ് ലയോ എന്ന് തിരഞ്ഞപ്പോൾ പാപ്പ നടത്തുന്നതായി പറയപ്പെടുന്ന ഡീപ് ഫേക്ക് വീഡിയോകൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലുള്ള വിശ്വസനീയമായ കാര്യങ്ങൾ മുതൽ രാജിപ്രഖ്യാപനം പോലുള്ള അസംബന്ധപരമായ കാര്യങ്ങൾ വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കണ്ടെത്തി. ഒരു ദശാബ്ദത്തിനുള്ളിൽ നിലവിൽ വന്ന ഡീപ് ഫേക്ക് എന്ന പദം ആളുകൾ ഒരിക്കലും പറയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ ചെയ്യുന്നതോ പറയുന്നതോ കാണിക്കുന്നതിനായി മാറ്റം വരുത്തിയ വീഡിയോകൾ, ഫോട്ടോകൾ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗുകളെയാണ് സൂചിപ്പിക്കുന്നത്. AI-യുടെ അധിനിവേശത്തോടെ ഇത്തരം ഡീപ് ഫേക്ക് ദൃശ്യങ്ങളുടെ പ്രചരണവും കൂടി വരികയാണ്. വത്തിക്കാന്റെ കമ്മ്യൂണിക്കേഷൻസ് ടീം ഓഗസ്റ്റിൽ പുറത്തിറക്കിയ പ്രതിമാസ ഇമെയിൽ വാർത്താക്കുറിപ്പിൽ ഡീപ് ഫേക്കുകളുടെ വ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും സംശയാസ്പദമായ പോസ്റ്റുകളും വീഡിയോകളും ഡിക്കാസ്റ്ററിയിൽ റിപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. വാർത്തകളിലെ സത്യം തിരിച്ചറിയാൻ വത്തിക്കാന്റെ സ്വന്തം വെബ്സൈറ്റുകൾ പോലുള്ള ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കണമെന്നും വത്തിക്കാൻ വായനക്കാരെ ഓർമ്മിപ്പിച്ചു. ടെക്സസിൽ വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റ്. ഞായറാഴ്ച ലേക്ക് പോയിന്റ് പള്ളിയിൽ നടന്ന ആരാധനയ്ക്കിടെ മാമോദീസ സ്വീകരിച്ച് 682 പേർ. കത്തോലിക്ക സഭയിൽ ഇത് വിശ്വാസ സാക്ഷ്യത്തിന്റെ വസന്തകാലം. പെന്തക്കുസ്ത അനുഭവത്തിൽ നിറഞ്ഞ് ടെക്സസിലെ ലേക്ക് പോയിന്റ് ചർച്ച്. ടെക്സസിലെ ലേക്ക് പോയിന്റ് ചർച്ചിൽ ഞായറാഴ്ച നടന്ന ശക്തമായ ആരാധനയിൽ 682 പേർ സ്നാനമേൽക്കുകയും ആയിരക്കണക്കിന് പേർ ആരാധനയിൽ പങ്കുകൊണ്ട് തിരുവചനം സ്വീകരിക്കുകയും ചെയ്തു. വ്യത്യസ്ത പ്രായക്കാർ, വ്യത്യസ്ത ചിന്താഗതിക്കാർ, വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ളവർ. എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം അവരെ സ്പർശിച്ചപ്പോൾ അവരെല്ലാം ക്രിസ്തുവിൽ ഒന്നായി സ്നാനമേറ്റു. ക്രിസ്തുവിൽ ഏക ശരീരമായി മാറി. ചർച്ച് നിറഞ്ഞു കവിഞ്ഞതിനാൽ വിശുദ്ധ ഗ്രന്ഥവും പിടിച്ച് ആളുകൾ
പടികളിലിരുന്ന് സുവിശേഷം ഗ്രഹിക്കുന്നത് ഹൃദയം നിറയ്ക്കുന്ന ദൃശ്യമായിരുന്നുവെന്ന് വിശ്വാസികൾ പറഞ്ഞു. ദേവാലയ പടികളിലിരുന്ന് മറ്റുള്ളവരോടൊപ്പം ആരാധനയിൽ പങ്കെടുത്തത് എക്കാലത്തെയും മികച്ച അനുഭവമായിരുന്നുവെന്നും ആരാധന അവിശ്വസനീയമാംവിധം ശക്തമായിരുന്നുവെന്നും ശുശ്രൂഷയിൽ പങ്കെടുത്തവർ വിശ്വാസ സാക്ഷ്യം നൽകി. ഞായറാഴ്ച നടന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരായി നിറമിഴികളോടെ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച ടെക്സസ് ജനതയ്ക്ക് അത്ഭുതാവഹമായ കാഴ്ചയായി മാറി. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ കെട്ടിപ്പടുക്കപ്പെട്ട സഭയ്ക്ക് ഇത് വിശ്വാസത്തിന്റെ വിളവെടുപ്പ് കാലമായി മാറിയിരിക്കുന്നു. കിർക്കിന്റെ മരണവും എറിക്കയുടെ സ്നേഹസാക്ഷ്യവും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതായി പ്രീസ്റ്റ് ഇൻചാർജായ ജോഷ് ഹോവർട്ടൺ പറഞ്ഞു. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് എമറിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് കോഴിക്കോട് കോട്ടുളിയിലെ ക്രിസ്തുദാസി സന്യാസ സമൂഹത്തിന്റെ ജനറലേറ്റിൽ അന്ത്യവിശ്രമത്തിലാണ്ട് അഭിമന്യ പിതാവ്. ഊഷ്മള സ്നേഹത്തിന്റെയും മാനവികതയുടെയും മുഖമായിരുന്ന തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരള കത്തോലിക്ക സഭയ്ക്ക് അവിഭാജ്യമായ ഒട്ടനവധി സംഭാവനകൾ നൽകി നല്ല ഓട്ടം ഓടി പൂർത്തിയാക്കി അഭിമന്യ തൂങ്കുഴി പിതാവ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് നടന്ന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് നിലയ്ക്കാത്ത ഓർമ്മകൾ നൽകിയ പിതാവിനെ ഒരു നോക്കു കാണുവാൻ ഒഴുകിയെത്തി ജനസാഗരം. പ്രാർത്ഥനാ ശുശ്രൂഷയിൽ കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ, കണ്ണൂർ രൂപതാധ്യക്ഷൻ അഭിമന്യമാർ അലക്സ് വടക്കുംതല, സഹായമെത്രാൻ അഭിമന്യ ഡെന്നിസ് കുറുപ്പശ്ശേരി എന്നിവർ പ്രാർത്ഥനകളർപ്പിച്ചു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ അഭിമന്യ റെമിജിയൂസ് ഇഞ്ചിനാനിയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം അഭിമന്യമാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ ഭൗതികദേഹം കോട്ടുളി ക്രിസ്തുദാസി സന്യസ്ത സമൂഹത്തിന്റെ ജനറലേറ്റിലേക്ക് വിലാപയാത്രയായി എത്തിച്ചേർന്നു. തുടർന്ന് ക്രിസ്തുദാസി ജനറലേറ്റിലെ ചാപ്പലിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് അഭിമന്യ താമരശ്ശേരി രൂപതാധ്യക്ഷൻ റെമിജിയൂസ് ഇഞ്ചിനാനിയിൽ നേതൃത്വം നൽകി. കോഴിക്കോട് അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ, തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ അഭിമന്യ ജോസഫ് പാംബ്ലാനി, തൃശൂർ അതിരൂപതാധ്യക്ഷൻ അഭിമന്യ ആൻഡ്രൂസ് താഴത്ത്, മാനന്തവാടി രൂപതാധ്യക്ഷൻ അഭിമന്യ ജോസ് പൊരുന്നേടം എന്നിവർ സഹകാർമ്മികരായി. ജനറലേറ്റിലെ ചാപ്പലിൽ പ്രത്യേകമായി ഒരുക്കിയ കല്ലറയിലാണ് അഭിമന്യ പിതാവിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത്. മിനിയാപോളിസിലെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ 12 വയസ്സുകാരി സോഫിയ അത്ഭുതകരമായി സുഖം പ്രാപിക്കുന്നു. തലയ്ക്ക് പരിക്കേറ്റ് തീവ്ര പരിചരണത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടിയുടെ ആരോഗ്യത്തിൽ നല്ല പുരോഗതിയുണ്ടെന്നും കുടുംബം അറിയിച്ചു. അമേരിക്കയിലെ മിനിയാപോളിസ് സ്കൂളിൽ വെച്ച് നടന്ന വെടിവയ്പിൽ പരിക്കേറ്റ 12 വയസ്സുകാരി സോഫിയ ഫോർച്ചസിന്റെ ആരോഗ്യനിലയിൽ അത്ഭുതകരമായ പുരോഗതിയെന്ന് കുടുംബം. സോഫിയ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണെന്നും കുട്ടിയുടെ ആരോഗ്യത്തിലുള്ള ഈ പുരോഗതിയെ അത്ഭുതമെന്നല്ലാതെ വിശേഷിപ്പിക്കാനാകില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഓഗസ്റ്റ് 27 അനൻസിയേഷൻ കാത്തലിക് സ്കൂളിലെ ദിവ്യബലിക്കിടെ നടന്ന വെടിവയ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സോഫിയ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യനിലയിൽ മാറ്റം വന്ന സോഫിയയെ ഉടനെ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മാറ്റുമെന്നും ഹെന്നപ്പിൻ കൗണ്ടി മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാർ അറിയിച്ചു. റഷ്യയുടെ ബോംബർ വിമാനമായ TU-95ഉം 2 SU-35 യുദ്ധവിമാനങ്ങൾ എന്നിവ അലാസ്കയ്ക്ക് സമീപം കടന്നുകയറ്റ ശ്രമം നടത്തിയെന്ന് റിപ്പോർട്ട്. റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ യുദ്ധവിമാനങ്ങളെ അയച്ച് US പ്രതിരോധം തീർത്തു. കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യ പല NATO രാജ്യങ്ങളിലേക്കും പ്രകോപനപരമായി കടന്നുകയറ്റ ശ്രമം നടത്തിയിരുന്നു. അലാസ്കയുടെ വ്യോമാതിർത്തിയോട് ചേർന്നുള്ള അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലാണ് റഷ്യൻ വിമാനങ്ങൾ എത്തിയതെന്ന് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഒരാഴ്ചക്കിടെ ഇത് 3-ാം തവണയാണ് റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത്. റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ അതിനെ പ്രതിരോധിക്കാൻ ഒരു E-3 സെൻട്രി കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനവും 2 F-16 യുദ്ധവിമാനങ്ങളും 2 KC-135 സ്ട്രോട്ടോ ടാങ്കറുകളും നിയോഗിച്ചതായി നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് അറിയിച്ചു. റഷ്യൻ വിമാനം അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ തന്നെ തുടർന്നുവെന്നും US-ന്റെയോ കാനഡയുടെയോ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിനോട് ചേർന്ന് റഷ്യൻ വിമാനങ്ങൾ എത്തുന്നത് പതിവാണെന്നും ഇതൊരു ഭീഷണിയായി കാണുന്നില്ലെന്നുമാണ് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് പറയുന്നത്. അലാസ്കയോട് ചേർന്നുള്ള US-ന്റെ അന്താരാഷ്ട്ര വ്യോമാതിർത്തി അവസാനിക്കുന്നിടത്താണ് അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോൺ ആരംഭിക്കുന്നത്. ഈ പ്രദേശത്തെത്തുന്ന വിമാനങ്ങൾ സ്വയം തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട്. എന്നാൽ
എന്നാൽ റഷ്യൻ വിമാനം ഈ നടപടിക്രമം പാലിക്കാത്തതിനെ തുടർന്നാണ് യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 26-ന് റഷ്യയുടെ ചാരവിമാനമായ IL-20 അലാസ്കയ്ക്ക് സമീപം ദീർഘനേരം പറന്നിരുന്നു. ഏതാണ്ട് 2.5 മണിക്കൂറോളം തുടർച്ചയായി പറന്നു. ഓഗസ്റ്റിൽ തന്നെ ഒരാഴ്ചയ്ക്കിടെ 4 പ്രാവശ്യം ഇത്തരം നീക്കങ്ങൾ ആവർത്തിച്ചു. അതിനു മുൻപ് ജൂലൈ, ഏപ്രിൽ, ഫെബ്രുവരി തുടങ്ങിയ മാസങ്ങളിലും റഷ്യൻ ചാരവിമാനം അലാസ്കയിൽ നിരീക്ഷണത്തിനെത്തിയിരുന്നു. യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ ഉക്രൈന് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അലാസ്കയിലേക്ക് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ എത്തിയത്. ലഡാക്ക് പ്രക്ഷോഭത്തിന്റെ നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ സോനം വാങ്ചുക്കിനെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നടന്ന സമരം അക്രമാസക്തമായതിനെ തുടർന്നുണ്ടായ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. വാങ്ചുക്ക് ഉൾപ്പെടെ 15 പേർ സെപ്റ്റംബർ 10 മുതൽ 35 ദിവസം നിരാഹാര സമരം പ്രഖ്യാപിച്ചിരുന്നു. നിരാഹാരം അനുഷ്ഠിച്ച 2 പേരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു പിന്നാലെ ലേയിലെ ബുദ്ധമത വിശ്വാസികളുടെ സംഘടനയായ ലേ എപ്പെക്സ് ബോഡിയുടെ യുവജന സംഘടനയാണ് ലേയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഇത് അക്രമസക്തമായതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെക്കുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് നേപ്പാളിലെ ജൻസി കലാപത്തോടും ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തോടും ഉപമിച്ച വാങ്ചുക്കിന്റെ പ്രസ്താവനകളാണ് കലാപം അക്രമാസക്തമായതിന് കാരണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരോപിച്ചിരുന്നു. വാങ്ചുക്കിന്റെ സന്നദ്ധ സംഘടനയായ ദ സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കിന്റെ ലൈസൻസും കേന്ദ്രം റദ്ദാക്കി. വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു നടപടി. നിലവിൽ ലഡാക്ക് കലാപം CBI അന്വേഷിക്കുകയാണ്. ലഡാക്കിനു വേണ്ടിയുള്ള സമരവുമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെന്ന് വാങ്ചുക്ക് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കാനഡയിലെ മോൺട്രിയിൽ നിന്നുള്ള ഹോളി ക്രോസ് സന്യാസ സഭംഗമായ വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ തിരുശേഷിപ്പുമായുള്ള യാത്ര ടെക്സസിലെ ഓസ്റ്റിനിൽ സമാപിച്ചു. ബ്രദർ ആൻഡ്രയുടെ ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പാണ് വണക്കത്തിനായി കാനഡയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത്. ഷക്കീൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.